പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 50-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹംകൃതി വിദ്യയും മനസ്സും അലകളും ആഴിയുമെന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്നറിവായി മാറിടുന്നു. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹംകൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. നിലമൊട് ഭൂമി തുടങ്ങി, നീര് അതുപോലെ ജലവും, കാറ്റ്, വായു, തീയും, അഗ്നി, വെളിയും, ആകാശം വരെയുള്ള പഞ്ചഭൂതങ്ങളും, അഹംകൃതി അഹങ്കാരവും, വിദ്യയും ബുദ്ധിയും, മനസ്സും, അലകളും തിരകളും, ആഴിയും കടലും എന്നു വേണ്ട എല്ലാ ഉലകവും എല്ലാ ലോകവും ഉയർന്ന് വികാസം പ്രാപിച്ച് അറിവായി പരമാർത്ഥ അനുഭൂതിയായി മാറുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഭൂമി തുടങ്ങി അതുപോലെ ജലം, വായു, അഗ്നി, ആകാശം വരെയുള്ള പഞ്ചഭൂതങ്ങളും, അഹങ്കാരവും ബുദ്ധിയും മനസ്സും തിരകളും കടലും എന്നു വേണ്ട എല്ലാ ലോകവും വികാസം പ്രാപിച്ച് പരമാർത്ഥ അനുഭൂതിയായി മാറുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥത്തിലേക്കൊന്ന് കടക്കാം. ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് നടുവിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഈ ശ്ലോകത്തിൽ പ്രജ്ഞയുടെ പരിണാമത്തെ എടുത്തു കാണിക്കുകയാണ് സ്വാമി തൃപാദങ്ങൾ. സ്ഥൂലത്തിൽ അഭിരമിച്ച് മനുഷ്യൻ സ്ഥൂലത്തെ വിട്ട് സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കുന്നു. എന്തെന്നാൽ സ്ഥൂലത്തിലെ ആനന്ദം തുച്ഛവും നൈമിഷികവുമാണ് എന്നവൻ തിരിച്ചറിയുന്നു. മനുഷ്യൻ്റെ വിവേകോദയത്തിലൂടെയാണ് ഈ തരത്തിലുള്ളൊരു പരിണാമം ബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിൽ പണിയെടുത്ത് മണ്ണിൽ നിന്നും കിട്ടുന്നത് മാത്രം തിന്ന് ജീവിക്കുന്ന മനുഷ്യർ അല്പം കൂടി സൂക്ഷ്മഭൂത ജലതത്വത്തെ അറിയുകയും കുറച്ചുകൂടി സൂക്ഷ്മഭൂതമായ അഗ്നിതത്വത്തെ അറിയുകയും പിന്നെ വായുതത്വത്തെ അറിയുകയും പിന്നെ സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തോളം വികസിതമായി തീരുകയും ചെയ്യുന്നു. തൻ്റെ സത്വത്തെ അഹന്താമമതാദികളിൽ നിന്നും വിജ്ഞാനങ്ങളുടെ കുഴിമറിച്ചിലിൽ നിന്നും മനസ്സിൻ്റെ നൂലാമാലകളിൽ നിന്നും ഒക്കെ വിമുക്തമാക്കുന്നു. കടൽ തന്നെയാണ് തിര, അല്ലേ? കടൽ തന്നെയാണ് തിര. ചെറുതും വലുതുമായി എണ്ണമറ്റ തിരകൾ കടൽ പരപ്പിൽ ആർത്തലച്ച് കളിക്കുന്നു. ആ തിരകളെല്ലാം ഉണ്മയായിരിക്കുന്ന കടൽ മാത്രമാണ്. ഇതാണ് സത്യം. നാമരൂപാത്മകമായ എല്ലാ ലോകങ്ങളും അറിവിൻ്റെ കേവല സ്വരൂപതയിൽ നിന്നും ഊർന്നു വരുന്ന അമൃതാനുഭവമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ പരമോന്നതമായ തലം. ഇതാണ് ഈ വരികളുടെ ആന്തരികമായ അർത്ഥം. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.